അപ്പോൾ ഗായ്സ് ഇന്നൊരു ചെറിയൊരു ഔട്ടിങ് വീഡിയോ കേട്ടോ. നമ്മൾ വേറെ എവിടെക്കല്ല പോകണ പ്രിയങ്കയ്ക്ക് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ താമസിക്കണവർക്കാണെങ്കിൽ ഗുരുവായൂരിൽ നിന്നുള്ള പ്രിയങ്ക എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും. കാരണം അത്രയ്ക്കും കോസ്മെറ്റിക് സാധനങ്ങളാട്ടോ കാണാൻ. ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ട്. ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഒരു കോസ്മെറ്റിക് കടയായിട്ടോ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കാം. നല്ല കടയുണ്ട്, ഞാൻ സത്യം പറയാലോ. ഇവിടെ അതുപോലെ എത്ര വയസ്സുള്ള കുട്ടികൾ മുതൽ എത്ര വലിയ ആൾക്കാരായാലും അവർക്കുള്ള എല്ലാ കളക്ഷൻസും ഇവിടെ കിട്ടും. നല്ല കളക്ഷൻസ് കേട്ടോ. ഇപ്പോൾ ഇവർ 2 ഇതാക്കിയിട്ടുണ്ട്, മുകളിലും താഴെയും വരുന്ന രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറേ കളക്ഷൻസ് കിട്ടും. ബാംഗിൾസ്, മോതിരങ്ങൾ, കമ്മലുകൾ, മാല, അങ്ങനത്തെ നല്ല കളക്ഷൻസ് ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം ടോയ്സും വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല എല്ലാ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്സ്. ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനാണ് കേട്ടോ. അവർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, കുറേ ലിപ്സ്റ്റിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. പിന്നെ അത് മാത്രമല്ല ചെറിയ കുട്ടികൾക്ക് ബാംഗിൾസ്, തലയിൽ വെക്കുന്ന ക്ലിപ്പ്, അല്ലെങ്കിൽ ഡ്രസ് കോമ്പറ്റീഷൻ, അങ്ങനത്തേനൊക്കെ ഇങ്ങോട്ട് വരാം. ബെസ്റ്റാണിത്. അപ്പോൾ എനിക്ക് കടയിൽ വെച്ചിട്ട് അങ്ങനെ എല്ലാ ഇതും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഏകദേശം കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വാങ്ങിച്ചത് നോക്കാം. ഭയങ്കര ടയർഡാണ് കേസ് വന്നപ്പോൾ. നമ്മളൊരു ഗിഫ്റ്റിംഗ് റാപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു 2 ടവല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ എന്താ ഇങ്ങനത്തെ ഒരു കമ്മല് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി വഴിയേ വരും. എന്തുകൊണ്ടാണ് ഞാൻ ഈ കമ്മല് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഒക്കെ നിങ്ങൾ വഴിയേ അറിയും. പിന്നെ ഒരു ബർത്ത്ഡേ ഗേളിൻ്റെ അത് പറയട്ടെ, ഒരു ബർത്ത്ഡേ ഗേളിൻ്റെ ഒരു ലൈക്ക് നമ്മളിങ്ങനെ ഇടില്ലേ, ആ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായി വരുന്നുണ്ടാവില്ലോ. അത്രയൊക്കെ മനസ്സിലായാൽ മതി, വേറെ വില. പിന്നെ ഒരു 2 ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ലിപ് ഗ്ലോസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഒരാൾക്കാണ്. നിങ്ങൾ പറയില്ല, നിങ്ങൾ അറിഞ്ഞാൽ മതി. പിന്നെ ഞാനിത് കുറേ ആയി ഈ ഒരു സാധനം വാങ്ങിക്കണം വിചാരിക്കുന്നു, വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇത് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഈ ഇറേസറും അതുപോലെ ഷാർപ്പ്നറും ഒരുമിച്ച് വരുന്നത്. അതാകുമ്പോൾ നമുക്ക് ലൈക്ക് പൗച്ചിലൊക്കെ സ്പേസ് കുറക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഇതാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചത്, പിന്നെ നമ്മളിത് ഈ ഒരു നല്ല ഭംഗിയുള്ള നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഈ സാധനം, ഒരു ബട്ടർഫ്ലൈ നെക്ലസും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഇയറിങ്സുമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ്. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുള്ളത് വെച്ചാൽ സ്പ്രാഷിൻ്റെ പോപ്പപ്പ് എന്നുള്ള കേട്ടോ. ഷെയ്ഡൊന്നും എനിക്കറിയില്ല, ഷെയ്ഡൊന്നും പറഞ്ഞിട്ടില്ല ഇതിൽ. എന്ത് കാര്യം ചെയ്യാം. ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് വരുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ വാങ്ങിച്ച ലിപ് ഗ്ലോസ് പറയുന്നത് അൾട്രാ ഷൈൻ്റെ മാജിക് ലിപ് ഓയിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഞാനത് ഉപയോഗിച്ചു, ഞാനത് അവിടെ നോക്കിയില്ല അത് എങ്ങനെയാണ് സാധനം. നല്ല രസമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഇതിലുള്ളത്. ഡ്രസ്സ് കാണിക്കാം നമുക്കല്ലേ. അപ്പോൾ ഇനിയും നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അതിന് മുമ്പ് വേറെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അതിന് വീഡിയോ എടുത്തില്ല. നമ്മൾ പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. ഉമ്മാക്ക് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയി. മാറ്റണം എന്നുണ്ടായിരുന്നു. കാരണം അത് ഓൾറെഡി ഉള്ള കളറായിരുന്നു. ഞങ്ങൾക്ക് അറിയേണ്ടിയിരുന്നില്ല അത് ഉണ്ടായിരുന്നെന്ന്. ഉമ്മക്ക് ഗിഫ്റ്റ് ഇട്ട കേട്ടോ. അപ്പോൾ ആ കളർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടിയിരുന്നില്ല. അപ്പോൾ പിന്നെ ആ കളർ ഉണ്ട് മനസ്സിലായപ്പോൾ പിന്നെ നമുക്കെല്ലാം ഒരേ കളറായിട്ട് ഇട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വേറെ ഒരു കളറ് നോക്കി എടുത്തിട്ടുണ്ട്. നോക്കി നോക്കാം എങ്ങനെയാണ്. കിട്ടണമെന്നില്ല. ഇത് തന്നെ ഒരു മെറൂൺ ടൈപ്പ് ഇതാണ്. ഇതാണ് കാണുന്നത്. എനിക്ക് മെയിനായിട്ട് വലിയ തോന്നിയില്ല, പക്ഷെ എൻ്റെ ഉമ്മ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗൈസ്, എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. ഇതാ ഇത് ഇങ്ങനത്തെ ഒരു പീക്കോക്ക് കളറൊക്കെ വരുന്ന ഒരു ഇതാണ്. എനിക്ക് ക്യാമറയിൽ എങ്ങനെ വരാമെന്നറിയില്ല, ബട്ട് ഒരു മെറൂൺ ഷെയ്ഡ് കളറൊക്കെ, റെഡിൻ്റെ ഒരു ഏതോ ഒരു റെഡ്, ഒരു മെറൂൺ ഷെയ്ഡൊക്കെ ഉണ്ടാവും വരുന്നത്. ഇതാണ് വരുന്നത്. നല്ല ഷാളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഷാളാണ്. എനിക്ക് ആ ഷാൾ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ടോപ്പൊക്കെ വലിയ മെറ്റീരിയലാണ് കേട്ടോ, ഇത് റെഡിമെയ്ഡല്ല, മെറ്റീരിയലാണ്. ഇനിയാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട ഒരാൾ നമ്മൾ അവിടെ നിന്ന് എടുത്തത്.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടാൽ ഞാൻ വിചാരിച്ചതില്ല അവിടെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ കുറേ എൻ്റെ ഉമ്മയോടൊക്കെ ചോദിച്ചിട്ട് പറയും ഞാൻ കുറേ കാലം ഇതൊക്കെ പറയണേ ഇതൊക്കെ പറയും. കാരണം ഇത് കുറേ കാലമായിട്ട് പറയും ഉമ്മ പിന്നാലെ ഉമ്മ വാങ്ങിക്കട്ടെ കാരണം എല്ലാവരും ഇതുണ്ട്. അപ്പം എനിക്കൊരാഗ്രഹം അപ്പം ഞാൻ വാങ്ങിച്ചു ചിക്കൻ കറി കുർത്തി. ബട്ട് ഇത് ചിക്കൻ കറി കുർത്തി പറയുമ്പോൾ ഇത് ഫുള്ള് ത്രെഡ് കൊണ്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഈ വർക്കൊക്കെ ഫുള്ള് ത്രെഡാണേ. ഇത് ഫുള്ള് ത്രെഡ് കൊണ്ടാട്ടോ അവർ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഈ ഓൺലൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കുന്നത് അവർ ത്രെഡ് കൊണ്ടല്ല ചെയ്യുന്നത്, വേറെ ഏതോ നമ്മൾ മെറ്റീരിയലായിട്ട് തന്നെ ചെയ്യണത്, പ്രിന്റഡ് ആയിട്ട പോലെ എനിക്ക് തോന്നിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാഫ് പോർഷൻ മാത്രമേ ഇന്നർ ഉണ്ടാവുള്ളൂ, ബാക്കി ഫുള്ളും ലൈക്ക് ഒരു നിഴലടിക്കണ പോലെ. ഇത് ബട്ട് വെരി കോട്ടൺ, ഫുൾ കോട്ടൺ ആണ്, നല്ല കോട്ടൺ ആണ് കേട്ടോ. അത് ഞാൻ ഉമ്മയും അവിടുത്തേലൊക്കെ പറഞ്ഞ് എനിക്കിത് പറ്റില്ല, നല്ലത് ഇറക്കോ നീളമൊക്കെ ഉണ്ടാകും. പക്ഷെ ഇട്ട് വന്നപ്പോഴാണ് ഗൈസ് എൻ്റെ കറക്റ്റ് ഫിറ്റാണ്, കാലൊക്കെ നല്ല കണ്ടിട്ട് ജീൻസ് ഉണ്ടായില്ല, അപ്പം വലിയ പ്രശ്നമില്ല. അപ്പം ഇതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എടുത്ത ആള്. എൻ്റെ കുറേ ആഗ്രഹത്തിന് ശേഷമാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം ഇനി ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഞാൻ ഗിഫ്റ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇട്ടുണ്ട് കേട്ടോ, അതൊക്കെ പോയി നോക്കണേ. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും പിന്നെ ഞാൻ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കുറച്ച് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഭയങ്കര സ്പെഷ്യലാവും വീഡിയോസൊക്കെ. നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വലുതായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ ഇത് ഫുൾ ലാഗ് ആയിട്ടുണ്ടായിരുന്നു, വീഡിയോ ഫുള്ളായിട്ട് ഭയങ്കര ലാഗായിപ്പോയി. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മളുടെ ഇൻസ്റ്റയിലും നമ്മളുടെ യൂട്യൂബിലും ഫോളോ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്, കുറേ കുട്ടികളും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിനെ സപ്പോർട്ട് ചെയ്തെടുക്കണം. ഇൻസ്റ്റയിൽ നമ്മളുടെ ഐ ഡി മാറ്റിയിട്ടുണ്ട്, ഹൗസ് വൈബ്സിൽ നിന്ന് നമ്മൾ ദേ സൈറിസ് എന്നാണ്, DE_SIRIS എന്നാണ് കേട്ടോ. ദേ സൈറിസ് എന്നാണ് നമ്മൾ ആൾക്കാർ വായിക്കുക. ഹൗസ് വൈബ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻ പറഞ്ഞത് സ്കൂളിൻ്റെ ഒരു പേര് വായിക്കണ പോലെ ഉണ്ട്, അതുകൊണ്ട് മാറ്റിക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് മാറ്റിയിട്ടുള്ളത്. ദേ സൈറിസ് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം. ഞാനതിൽ പോസ്റ്റൊന്നും റെഗുലറായിട്ട് ഇട്ടിട്ടില്ല, ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് റെഗുലറായിട്ട് ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോസിലൊന്നും നമുക്ക് അത്ര വ്യൂസും കിട്ടിയിട്ടില്ല, അതുപോലെ ലൈക്സും കിട്ടിയിട്ടില്ല. അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. ബട്ട് നമ്മളുടെ ഫസ്റ്റത്തെ വീഡിയോസിനൊക്കെ ലൈക്ക് കുറച്ച് ലൈക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഭയങ്കര ലാഗ് അടിച്ച് ലോങ് അടിച്ചിട്ട് ഭയങ്കര സംസാരമാണ് കഴിച്ച്, ഞാൻ ബ്ലാ ബ്ലാ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇതിൽ ഫുള്ളും. അവിടെ ഞാൻ സ്പീഡായിട്ടാണ് ഇതിൽ വോയിസ് ഓവർ ചെയ്യാച്ചത്. വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി, അതിലാണ് ഞാൻ ബ്ലാ ബ്ലാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കസാലമ്മ കളിക്കുന്നത് സൗണ്ട് നല്ല ഉണ്ട് കഴിച്ച്, ആ കസാലയുടെ സൗണ്ട് നല്ല വരുന്നുണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ന്യൂ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആണെങ്കിൽ ഐ എം സൈറിഷ്. സോ ബൈ ബൈ, ലെറ്റ്സ് സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.